ഡൽഹിയിൽ നടക്കുന്ന നിർണായക സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീവ്ര ശ്രമം നടത്തുന്നതിനിടെ പാർട്ടിയിലെ നേതൃപ്രതിസന്ധി വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വ ശൈലിയോട് തുറന്ന അസംതൃപ്തിയും ശശി തരൂരിന്റെ ആവർത്തിക്കുന്ന വിയോജിപ്പുകളും ചേർന്ന് കോൺഗ്രസിനെ മറ്റൊരു ആഭ്യന്തര കലഹത്തിലേക്കാണ് തള്ളിവിടുന്നത്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി കോഴിക്കോട് എത്തിയ തരൂർ നേതാക്കളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാതെ മാറി നിൽക്കുകയാണ്. കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് തരൂർ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മഹാപഞ്ചായത്തിൽ രാഹുൽ വേദിയിലെത്തുന്നതിന് മുൻപ് തന്നെ പ്രസംഗം പൂർത്തിയാക്കണമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നിർദ്ദേശം. അതനുസരിച്ച് പ്രസംഗിച്ച തരൂരിന് ശേഷം രാഹുൽ എത്തിയിട്ടും 5 പേർക്ക് കൂടി പ്രസംഗിക്കാൻ അവസരം നൽകിയതോടെയാണ് തരൂരിന്റെ അസംതൃപ്തി കടുപ്പിച്ചത്. വേദിയിൽ സന്നിഹിതനായി ഇരുന്നിട്ടും പ്രസംഗത്തിനിടയിൽ ഒരിടത്തും രാഹുൽ ഗാന്ധി തന്റെ പേര് പരാമർശിക്കാതിരുന്നത് ഉദ്ദേശപൂർവമായ അവഗണനയായാണ് തരൂർ വിലയിരുത്തുന്നതെന്ന് സൂചനയുണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണത്തിന് കാരണമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളുടെ വിലയിരുത്തൽ. കോഴിക്കോട്ടെ സ്വകാര്യ ഹോട്ടലിൽ കഴിയുന്ന തരൂരിനെ അനുനയിപ്പിക്കാൻ രാവിലെ മുതൽ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തിട്ടില്ല. തരൂരിനോട് അടുപ്പമുള്ള MK രാഘവൻ MP വഴിയുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടു. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് തരൂർ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നത്. ഈ മാസം ആദ്യം വയനാട്ടിൽ നടന്ന കോൺഗ്രസ് ക്യാമ്പിൽ നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് സൂചന നൽകി മുഴുവൻ സമയം പങ്കെടുത്ത തരൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വിട്ടുനിൽക്കൽ രാഹുൽ ഗാന്ധിയുമായുള്ള ഭിന്നത വീണ്ടും രൂക്ഷമായെന്ന സൂചനയാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ സമീപകാല പ്രസ്താവനകളും പാർട്ടി പുനഃസംഘടനയിലെ അവഗണനയുമാണ് തരൂരിനെ ചൊടിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളെയും കുറിച്ച് തനിക്ക് അർഹമായ പ്രാധാന്യം ലഭിച്ചില്ലെന്ന പരാതിയാണ് തരൂർ ഉയർത്തുന്നത്. ഡൽഹിയിൽ നടക്കാനിരിക്കുന്ന നിർണായക കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ നിന്ന് പോലും വിട്ടുനിൽക്കാമെന്ന സൂചനകൾ ഇതിനെ സാധൂകരിക്കുന്നുണ്ട്. അതേസമയം കോൺഗ്രസിൽ അഴിച്ചുപണി ആവശ്യപ്പെട്ട് മുൻപ് രംഗത്തെത്തിയ G23 ഗ്രൂപ്പിലെ പ്രമുഖനായിരുന്നു തരൂർ. ഹൈക്കമാൻഡുമായി പലപ്പോഴും വിയോജിക്കുന്ന തരൂർ കുടുംബാധിപത്യത്തിനെതിരെ ദേശീയ മാധ്യമങ്ങളിൽ എഴുതിയ ലേഖനങ്ങൾക്കിടയിലും മോദിയെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവനകളിലൂടെയും പാർട്ടിയെ ആവർത്തിച്ച് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകൾ വിമർശിച്ച ലേഖനവും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തിയ നിലപാടുകളും കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചവയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയ തരൂർ പാർട്ടിയെ ഞെട്ടിച്ചിരുന്നു. ഇന്ത്യയിലെ മാവോയിസ്റ്റ് ഭീഷണി മോദി ഫലപ്രദമായി നേരിട്ടുവെന്ന ലേഖനവും വിവാദമായി. ഇത്തരത്തിൽ കോൺഗ്രസിനെയും BJPയെയും ബന്ധിപ്പിക്കുന്ന പാലമായി തരൂർ മാറുന്നുവെന്ന വിമർശനം ശക്തമാകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഈ ഭിന്നതകൾ കൈകാര്യം ചെയ്യാൻ പൂർണ്ണമായി പരാജയപ്പെടുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ആഭ്യന്തര തർക്കങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ അവഗണനയും പ്രതികാരവും നിറഞ്ഞ നേതൃത്വ രാഷ്ട്രീയം കോൺഗ്രസിനെ വീണ്ടും ദുർബലപ്പെടുത്തുകയാണെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ നൽകുന്ന കഠിന സന്ദേശം.